കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ലെക്സസിൻ്റെ സ്റ്റാളിൽ അപ്രതീക്ഷിതമായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തൊരു മോഡലായിരുന്നു ലെക്സസിൻ്റെ LM എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മോഡലാണ്, ഒരുപാട് മാറ്റങ്ങളോടുകൂടി പിന്നെ അവതരിപ്പിക്കുമെന്നൊക്കെ അവർ പറഞ്ഞു. ഇപ്പോൾ ഇതാ അവരതിനെ ഔദ്യോഗികമായിട്ട് അനാവരണം ചെയ്തിരിക്കുകയാണ്. ലെക്സസിൻ്റെ LM 350h. ഇപ്പോൾ നമ്മുടെ ഇടതും വലതുമായിട്ടുള്ളത് ഒന്ന് 4 സീറ്ററാണ്, മറ്റൊന്ന് 7 സീറ്ററാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ലെക്സസ് LM 350h എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. LM എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ലക്ഷോറിയസ് മൂവർ എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ചില വാഹനങ്ങൾ കാണുന്ന സമയത്ത് ഇതൊരു ലക്ഷോറിയസ് മൂവറാണ് എന്ന് പറയാറുണ്ട്. ചില ബസ്സുകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില എയർക്രാഫ്റ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ ചില വാനുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ലെക്സസ് ഔദ്യോഗികമായിട്ട് അവരുടെ LM അനാവരണം ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശരിക്കും നമ്മൾ വെൽഫെയർ എന്ന് പറയുന്ന മോഡൽ എല്ലാവർക്കും അറിയാം, ടൊയോട്ടയുടെ. അതിൻ്റെ ലെക്സസ് വേർഷനാണ് LM. പക്ഷേ വെൽഫെയർ നമ്മൾ ഇൻ്റർനാഷണലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലയിടത്തും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതൊരു ലക്ഷോറിയസ് മൂവർ എന്ന് ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാം. പക്ഷേ ലെക്സസിനെ നമ്മൾ അങ്ങനെ എവിടെയും അധികം സ്പോട്ട് ചെയ്തിട്ടില്ല. അതൊരു ശരിക്കും ഒരു ലക്ഷോറിയസ് മൂവർ തന്നെയാണ്. മാത്രമല്ല ഇതിനകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ കേസ് നോക്കുന്ന സമയത്തും ഇതൊരു ലക്ഷോറിയസ് മൂവർ തന്നെയാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം. രണ്ടിൻ്റെയും ഫ്രണ്ട് ഭാഗമൊക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിൽ നമുക്ക് സംസാരിക്കാം. ഹെഡ് ലാമ്പുകൾ LED ഹെഡ് ലാമ്പുകളാണ് വരുന്നത്. 3 ചാമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെയാണ് DRLനെ ക്രമീകരിച്ചിട്ടുള്ളത്. കണക്റ്റഡ് ആണെന്ന് വിചാരിക്കും, പക്ഷേ കണക്റ്റഡ് അല്ല. ഇവിടെ നമുക്കൊരു വെൻറ്റ് പോലത്തെ ഭാഗമാണ് കൊടുത്തത്. സ്പിൻഡിൽ ഗ്രിൽസ് കാണാം. ശരിക്കും ഓട്ടോ എക്സ്പോയിൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഒരു ഗ്രില്ലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ സ്പിൻഡിൽ ഗ്രിൽ അല്ലേ. ആ ഒരു സ്പിൻഡിൽ ഗ്രില്ലിനെ ലെക്സസ് കുറച്ചും കൂടി മോസ്റ്റ് മോഡേൺ വൽക്കരിച്ചു എന്ന് പറയേണ്ടി വരും. ആ തരത്തിലാണ് നമുക്ക് അവിടെ കാണുന്നത്. താഴ്ഭാഗത്തൊരു ലിപ്പ് ഭാഗം കാണാം. അപ്പോൾ തന്നെ കോർണറിംഗ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്കൊരു സിൽവർ ഫിനിഷോട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ലെക്സസിൻ്റെ ലോഗോ കാണാം. ശരിക്കും ഹൈബ്രിഡിലേക്ക് വരുന്ന സമയത്ത് ഒരു കളർ കോംബോ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ കളർ കോംബോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ പ്രൊഡക്ഷൻ റെഡി വേർഷനിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ മാറ്റാം ഒരു സാധ്യത കാണുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് ഹുഡ് സ്പേസ് ആണ്. ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹൈബ്രിഡ് അല്ലായിരുന്നു. ഹൈബ്രിഡിനെ പിന്നീട് അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഇത് ശരിക്കും ഹൈബ്രിഡ് തന്നെയാണ് കൊടുത്തുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഒരു 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. വലിയ വിൻഷീൽഡും നമുക്കിവിടെ കാണാൻ കഴിയും എന്നതാണ്. ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു 4 സീറ്ററാണ്, അതൊരു 7 സീറ്ററാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് എലമെൻറ്റുകൾ മിസ്സിംഗ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് ആരംഭിക്കാം അല്ലേ. ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഡോർ ഹാൻഡിലിൻ്റെ ഉള്ളിലാണ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ശരിക്കും ഇതൊരു എന്താ പറയുക, ലക്ഷറി വാഹനം എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ലക്ഷറിയസ് പാർട്ട് ശരിക്കും സെക്കൻഡ് റോ ആണ്. പക്ഷേ എന്നിട്ട് കഴിഞ്ഞാലും വലിയ മോശമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തത്. പക്ഷേ കുറച്ചും കൂടി ഒരു ബാക്ക് ഓറിയൻറ്റഡ് വാഹനമാണെന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. എന്നിട്ട് കഴിഞ്ഞാലും ഓണർക്കും ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ട് നടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അൽക്കണ്ടാറ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതെല്ലാം ലെതർ റാപ്പിഡാണ്. അത്യാവശ്യം ആ ഒരു പ്രീമിയം നിലനിർത്തിയിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അതും ലെതറോട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു ഡാഷ്ബോർഡ് ഏരിയ നമുക്ക് കാണാൻ കഴിയും. അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഏരിയ. നല്ല ലെങ്ത് ഉണ്ട്. ശരിക്കും നമുക്ക് കൈ എത്തിച്ച് കഴിഞ്ഞാലൊന്നും അങ്ങോട്ട് എത്തൂല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നാവിഗേഷനും കാര്യങ്ങളും സ്പീഡോ മീറ്റർ, അതുപോലെ തന്നെ ഡോർ ഓപ്പൺ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതുപോലെ ഇവിടെ 2 ബട്ടൺ, അതായത് 2 സൈഡിലെയും ഡോറുകൾ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യും. കാരണം ബാക്കിലിരിക്കുന്ന മുതലാളി ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഡോർ അടക്കാനുള്ള നേരമൊന്നുണ്ടായിരിക്കില്ല. പുള്ളി പെട്ടെന്ന് ഒരു മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ്. അത് കൊള്ളാം. അപ്പോൾ തന്നെ സ്റ്റിയറിംഗ് വീൽ ആസ് യൂഷ്വൽ ഒരു ലെക്സസ് സ്റ്റിയറിംഗ് വീൽ എന്നുള്ളൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. മെമ്മറി ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫ്യൂവൽ ബട്ടൺ, ഫ്രണ്ടിൽ ഹുഡ് ഓപ്പണിംഗ് ബട്ടൺ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഹുഡ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കാരണം നമുക്ക് ഹൃദയം ഒന്ന് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 3D ഷേപ്പ് ഡാഷ്ബോർഡാണെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഉണ്ടാവും എയർ വെൻറ്റുകളൊക്കെ അങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഉണ്ടോ ഒരു വുഡൻ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇത് ശരിക്കും ഒരു കുറച്ച് ടാബിനേക്കാളും വലിപ്പമുണ്ട് അല്ലേ. ഇതിനകത്താണ് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ടച്ചായിട്ട് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് സിസ്റ്റം. അതുപോലെ തന്നെ സീറ്റ് വെൻറ്റിലേറ്റഡ് ആണ് 2 സീറ്റുകളും. അതിൻ്റെ കൺട്രോളുകൾ ഓട്ടോ ഹീറ്റിംഗ്, അതുപോലെ സ്റ്റിയറിംഗ് വീല് ഹീറ്റിംഗ് ആണ്. അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും കൊടുക്കുന്നത്. ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഒക്കെ വർക്ക് ചെയ്യും. അതുപോലെ ഇതും നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ആട്ടോ. ഇത് നമുക്കിപ്പം ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ലോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ ഡ്യുവൽ സോൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബട്ടൺസും കാര്യങ്ങളും കാണാം. ക്യാമറ വ്യൂ 360 ഡിഗ്രി ക്യാമറ വ്യൂ ആണ്. ഇത് ഓപ്പണായി വരുന്നൊരു ഡയമണ്ടിൻ്റെ ഒരു ഷേപ്പ് പോലെ അല്ലേ. അത് കൊള്ളാം. ഓരോ ഇത് സെലക്ട് ചെയ്യുന്ന ഇങ്ങനെ ഓക്കെ നമുക്കിങ്ങനെ കൊള്ളാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ AC വെൻറ്റിൻ്റെ ക്ലോസിങ് അങ്ങനത്തെ ബട്ടൺസ് കാര്യങ്ങൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ചാർജിങ്, അതായത് C-ടൈപ്പ് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബട്ടൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു
ഗ്ലാസ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ കാണാം കണ്ടാ ഹൈ ഹൈ ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. മറ്റൊന്ന് ഒരു ബട്ടൺ കൂടി ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴ്ത്തുകയും ചെയ്യാം. അപ്പം ഡ്രൈവർക്ക് ബാക്കിലിരിക്കുന്ന മുതലാളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകേണ്ടി റൈറ്റ് ലെഫ്റ്റോ ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒന്നുമല്ല ചോദിക്കുക, ഭയങ്കര സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, കാരണം ഇത് മുതലാളിമാരുടെ വണ്ടിയല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം. ഇനി കാണാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഇത് അകത്തുനിന്ന്, അതായത് അപ്പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. ആസ് യൂഷ്വൽ ലെക്സസിൻ്റെ ഒരു കീ തന്നെയാണ്. ഇതാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഹോൾഡ് EV മോഡ് കാണാം, കാരണം ഇതൊരു ഹൈബ്രിഡ് ആണ്. പാർക്ക് ബ്രേക്ക്, ഹോൾഡ് ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യം കാണാം. ഇവിടെ നമുക്ക് ആംബ്രസ്റ്റ് ഉണ്ട്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കൊരു C ടൈപ്പ് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ HDMI കേബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള കൂൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ തണുപ്പിക്കാൻ വെക്കാൻ പറ്റും എന്നതാണ്. ഇനി മുകളിലും കുറച്ച് കൺട്രോളുകളുണ്ട്. ഈ കത്തി കൊണ്ട് വെക്കുന്ന ലാമ്പ്, അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്ന കൺട്രോളുകൾ ഇവിടെ നമ്മൾ കണ്ടു. ഇനി ഇവിടെ നിന്നും നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന കൺട്രോളുകൾ, ഡോർ ലാമ്പിൻ്റെ ബട്ടൺ തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഒരു സൺഗ്ലാസ് ഹോൾഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ റൂഫ് ഷെയ്ഡും നമുക്ക് ഓപ്പൺ ആക്കാം ബാക്കിൽ താട്ടോ. ഇനി പറയാനുള്ളത് സെക്കൻഡ് റോയിലെ വിശേഷങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഒരു പക്ഷേ സെക്കൻഡ് റോ തന്നെ ആയിരിക്കും. വാ കാണിച്ചു തരാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് പല മെത്തേഡുകളിൽ നമുക്ക് ഈ ഡോർ ഓപ്പൺ ആക്കാം. ജസ്റ്റ് ഈ ഡോറിനകത്തൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. ആ സ്ലൈഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറിയിരിക്കാം എന്നതാണ്. യെസ്, ശരിക്കും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ഏരിയ, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ, കുറച്ചും കൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്തുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ആദ്യം തന്നെ സീറ്റുകൾ നമുക്ക് ഏത് തരത്തിലും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ടാബ് ഉണ്ട് കേട്ടോ. ഈ ടാബ് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ, ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തള്ളി വരും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് ഈ സീറ്റിൻ്റെ ആളുടെ കൺട്രോളാണ്. അതിവിടെ വെക്കാം, കാരണം ഞാനിരിക്കുന്ന ഇപ്പുറത്തെ സീറ്റാണ്, അതുകൊണ്ട് ഇപ്പുറത്തെ സീറ്റിൻ്റെ എടുത്തു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഓരോ ഓപ്ഷൻസ് കാണാം. സ്ലൈഡ്, ഇപ്പം ഞാൻ ഈ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് അങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പോയി ക്ലോസ് ആയിക്കോളും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഇതിൽ ഞാനിപ്പം സ്ലൈഡ്, ഓക്കെ സ്ലൈഡ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതെനിക്ക് താത്തുകയും പൊക്കുകയും ചെയ്യും. അതിപ്പോൾ ഞാൻ പൊക്കിയണ്ട പൊങ്ങുന്നുണ്ട, അതേപോലെ എനിക്കിത് താത്താനും പറ്റും. കാണിക്കാം. യെസ് ഉണ്ട്. അത് ഇവിടുത്തെ നമുക്ക് ചെയ്യാം, താഴ്ത്തുകയും പൊക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും എന്നതാണ്. ഇനി സൺറൂഫ്, മുകളിൽ 2 സൈഡിലായിട്ടാണ് സൺറൂഫ് കൊടുത്തുള്ളത്. അതിനിവിടെ റൂഫ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇത് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കട്ടെ, ക്ലോസ്. ബോത്ത് സെലക്ട് ചെയ്തപ്പോൾ 2ഉം ക്ലോസ് ആയി. അങ്ങനെയുണ്ട്, നൈസല്ലേ. ഇനി എനിക്ക് ബോത്ത് വേണമെങ്കിൽ ഒറ്റ ബട്ടണിൽ ഓപ്പൺ ആക്കുകയും ചെയ്യാം. ഞാൻ കാണിക്കാം, കേട്ടോ 2ഉം ഓപ്പൺ ആയി എന്നതാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ, അടിപൊളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ. ഇതിനകത്ത് ഒരുപാട് കൺട്രോളുകൾ വേറെ ഉണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ ഓഡിയോ, ക്ലൈമറ്റ്, ലൈറ്റ്സ്, സീറ്റിൻ്റെ കൺട്രോൾ. സീറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലും വേണമെങ്കിൽ, ഇപ്പോൾ ഇത് റൈറ്റ്സ് ആണെങ്കിൽ ഒക്കെ റിക്ലൈൻ ചെയ്ത് പോകുന്നുണ്ടോ. യെസ്, ഞാൻ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, വരണ്ട. യെസ്, അപ്പോൾ നമുക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന് പോകാൻ പറ്റും എന്നുള്ളതാണ്. അടിപൊളി, നൈസല്ലേ. ഇങ്ങനെ കിടക്കാം. നമുക്കൊരു പ്രൈവറ്റ് ക്യാബിനൊക്കെ പോലെ, അതായത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിരുന്നില്ലേ, അതേപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ താഴ്ത്താം. ഇത് എക്സ്റ്റെൻഡൊക്കെ ചെയ്യാം കേട്ടോ. ലെഗ് കണ്ടോ, ഇപ്പോൾ ചെറുതാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. യെസ്, ഇനി ഞാനത് മടക്കി വെക്കും. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് പറഞ്ഞല്ലോ, ഇതിൻ്റെ ബട്ടൺസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ആക്കി കാണിക്കാം. നോക്കിയാൽ എടാ, ഇതെന്തിനാ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് ഇതിന് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. ഈ ലോക്ക് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പ്രൈവസി മാറ്ററാണ്. അതായത് ഡ്രൈവർ നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾക്കുമായിട്ടൊരു ബന്ധമില്ലാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. അതായത് ഒരു ബിസിനസ്സുകാരൻ്റെ അതായിരിക്കും ഫോണിങ് കാര്യങ്ങളും ഒക്കെ വരും അല്ലേ, ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും അവർ കേൾക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു പുറത്ത് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അതാണ് അങ്ങനെ കൊടുത്തത്. മറ്റൊരു കാര്യം, ഇവിടെ നമുക്കൊരു 48 ഇഞ്ചിൻ്റെ TV ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ മൊബൈലിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ HDMI കേബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സിനിമ കാണാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ബാക്കിലിരുന്ന് നമുക്കൊരു പ്രൈവറ്റ് ക്യാബിൻ, അതിനകത്തൊരു സിനിമ ഒക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്ലൈഡിൻ്റെ ഷെയ്ഡ്സ്, ഇവിടുത്തെ കൺട്രോളിൽ പ്രധാനമായിട്ടും വരുന്നത് അതാണ്. ഇനി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ ഇപ്പുറത്ത് ഓപ്പൺ ആക്കി കാണിക്കാം. കേട്ടോ, ഇവിടെ നമുക്ക് പേഴ്സണൽ മൊബൈൽ ചാർജ്, HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ കാണാം. കേട്ടോ, കപ്പ് ഹോൾഡർ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി ഈ ആംബ്രസ്റ്റ്, ഇവിടുത്തെ ആംബ്രസ്റ്റ്, ഈ ആംബ്രസ്റ്റ് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു ടേബിൾ ഉണ്ട്.
ലാപ്ടോപ്പ്, ജോലി ചെയ്യാം, ഭക്ഷണം കഴിക്കാം, കൈവച്ചിരിക്കാം, എന്തും ചെയ്യാം അല്ലേ? അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇനി ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗം, ഇത് ശരിക്കും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് വെക്കുകയും ചെയ്യാം. ഫോൺ വെക്കാനുള്ളൊരു സ്പേസും ഇതിനകത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നൈസ്. മുകളിൽ ഇവിടെ നമുക്കൊരു മിറർ വിത്ത് ലാമ്പ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കിങ്ങനെ വണ്ടിയൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങാൻ പറ്റും. 26ഓളം മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിനകത്തുണ്ട്, സറൗണ്ടിങ് മ്യൂസിക് സിസ്റ്റം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ നോക്കിയാൽ ഭയങ്കര കട്ടിയും കനമൊക്കെ ഉള്ളൊരു ഹെഡ് റെസ്റ്റ് അല്ലേ? സൂപ്പർ. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് റെഫ്രിജറേറ്ററാണ് തണുക്കുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ ഐസൊക്കെ ഉണ്ട്, ഐസ് അയക്കുന്ന സംഭവം. അത്യാവശ്യം ഒരു കൂളിംഗ് കപ്പാസിറ്റി ഉള്ള ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 ഗ്ലോ ബോക്സ് പോലെ ഉണ്ട്. ഇത് നമുക്ക് ചെരുപ്പോ ലാപ്ടോപ്പോ ഒക്കെ വെക്കാൻ പറ്റും. ചെരുപ്പ് വെക്കാനാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാനും പറ്റും എന്നതാണ്. ശരിക്കും ഏറെക്കുറെ ഒരു 2 കോടി മുതൽ 3 കോടി രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ വില. ഇതിപ്പം ഒരു 4 സീറ്ററാണ്. ഇനി ബാക്കിലൊരു റോയും കൂടി വരും. അപ്പോൾ ഇതൊരു 7 സീറ്റർ ആയി മാറും എന്നുള്ളതാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു കുട വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, അംബ്രല ഹോൾഡർ. അതിനകത്ത് വെള്ളം മുറ്റി നിൽക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെക്സസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അകത്തേക്ക് കയറുമ്പോൾ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് പുള്ളി ലെതർ റാപ്പിഡായിട്ട്, ഇതൊക്കെ ലെതർ റാപ്പിഡാട്ടോ. അതായത് പ്ലാസ്റ്റിക് എലമെൻറ്റുകൾ അങ്ങനെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു ഭാഗത്തൊരു ചെറിയ അൽക്കണ്ടാറ മെറ്റീരിയൽ, അത് ആ റൂഫിൻ്റെ ഭാഗത്തൊക്കെ അൽക്കണ്ടാറ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നി. ഇതിനകത്ത് ആ ഒരു ഗോൾഡൻ സ്റ്റിച്ചിങ് കൂടി കൊടുത്തിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി ഡോർ ക്ലോസിങ് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ക്ലോസ് ആയിക്കോളും. പല ഓപ്ഷൻസ് ഉണ്ട്. അകത്തത്തെ ടാബ് വഴി ക്ലോസ് ചെയ്യാം, ഫ്രണ്ടിൽ നിന്ന് ക്ലോസ് ചെയ്യാം, സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യാം, ഒക്കെ പല മൾട്ടി ക്ലോസിങ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. 5130 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ഒരു 19 ഇഞ്ച് വീലുകൾ കാണാം, മൾട്ടി സ്പോക്കായിട്ട്. അതിനകത്ത് ലെക്സസിൻ്റെ ലോഗോ കാര്യങ്ങൾ, അതൊരു ക്രോമിയം ടച്ച് നല്ല രസമുണ്ട് കാണുന്നതിന്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബട്ടൺ കാണാം. ഇത് 2 സൈഡിലും ഉണ്ട് ഈ ബട്ടണുകൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവും ബൂട്ട് ഓപ്പൺ ആയി വരും എന്നുള്ളതാണ്. അത് സൈഡിലാണ് കൊടുത്തുള്ളത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിനകത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഡ്രൈവറായിരിക്കും അധികം ബൂട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. കാരണം ഇത് 4 സീറ്ററാണ്. 7 സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബൂട്ട് സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കൊള്ളാം. ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് ഓപ്പൺ ആണ്, 1 ടച്ച് ക്ലോസ് ആണ്. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡ് വെച്ചും ക്ലോസ് ചെയ്യാം. ഞാൻ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. ഇതാ ഇപ്പുറത്ത്, ഞാൻ നേരത്തെ അപ്പുറത്ത് നിന്നാണ് ഓപ്പൺ ആക്കി, ഇപ്പുറത്ത് നമ്മൾ ക്ലോസ് ചെയ്ത്. കൊള്ളാം, രസമായിട്ട് തോന്നി. ഇനി ബാക്കിലത്തെ എലമെൻറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. അതിനകത്ത് തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലെക്സസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പരസ്പരം കണക്റ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറയാം. LM350H ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ്ങും നമുക്കവിടെ കാണാൻ കഴിയും എന്നതാണ്. എക്സോസ് പൈപ്പുകൾ പുറത്തുനിന്ന് വിസിബിൾ അല്ല, അടിയിലാണ് കൊടുത്തുള്ളത്. ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വാൻ ടൈപ്പാണ്, ബോക്സിയാണ്. കൊള്ളാം അല്ലേ? ഇനി നമുക്ക് എൻജിൻ കാണാം. ഇനി ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ എൻജിനാണ്. അതൊരു സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 250 ഹോഴ്സ് പവറും 230 Nm ടോർക്കും ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം 2 കോടിൻ്റെയും 3 കോടിൻ്റെയും ഇടയിലായിരിക്കും ഇത് വരിക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു വെൽഫെയറിനേക്കാളും കുറച്ചുകൂടി ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനം എന്ന് തന്നെയാണ് എല്ലാം കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത്. എല്ലാം എന്ന് പറഞ്ഞാൽ ലക്ഷോറിയസ് മൂവർ എന്നുള്ള അർത്ഥമാണ് എന്നുള്ളതാണ്. ഇനി ഇതാണ് 7 സീറ്റർ. അത് ജസ്റ്റ് ഞാനിതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ആ ഒരു 7 സീറ്റർ ഭാഗം വിശദമായിട്ട് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ലെക്സസ് കൊച്ചിയിലാണ്. ശരിക്കും ഓൾ ഇന്ത്യ തലത്തിൽ ലെക്സസ് ഗംഭീര ഷോറൂമുകളാണ് ബിൽഡ് ചെയ്തിരുന്നത്. എനിക്കൊന്ന് ഓട്ടോ എക്സ്പോയിൽ അവരുടെ RX-നെ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ലക്ഷോറിയസ് എക്സ്പീരിയൻസിനെ കുറിച്ചായിരുന്നു. ആ ലക്ഷോറിയസ് എക്സ്പീരിയൻസ് ഒട്ടും കുറക്കാതെ തന്നെയാണ് കൊച്ചി ഷോറൂം ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷോറിയസ് കൊച്ചി ഷോറൂമിൻ്റെ ഇൻറ്റീരിയറാണ്. ഗംഭീര ബിൽഡപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ വെച്ചായിരുന്നു LM-ൻ്റെ ലോഞ്ച്, റീജിയണൽ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ലോഞ്ചിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാൻ കഴിയും. അപ്പം വൺസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലെക്സസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇങ്ങോട്ട് വിടാം. കാരണം ലെക്സസ് എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രീമിയം വാഹനമാണ്. അതെടുക്കുന്ന ആളുകൾക്കും ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കും അവരും ഉദ്ദേശിക്കുന്ന കാര്യം. ആ ഒരു തരത്തിൽ തന്നെയാണ് ലെക്സസിൻ്റെ ഷോറൂം കൊച്ചിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാണാൻ അവസരം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരെങ്കിലും ഇവരുടെ പോകുന്നുണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. കാണാൻ മാത്രം ഉണ്ട് കേട്ടോ, അത്രയും അടിപൊളിയാണ് എന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ലെക്സസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ്
അഡീഷനായിട്ടുള്ള LM350H എന്ന് പറയുന്ന ഹൈബ്രിഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വെൽഫെയറിൻ്റെ ലെക്സസ് വേർഷൻ എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.